അജയൻ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചെറിയ ഒരു പ്രശ്നം സംഭവിച്ചത്. ഇപ്പോൾ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കുന്നു. അജയൻ, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അർജന്റീന വരുന്നു, കളിക്കുന്നു, നമുക്ക് ഏറെ സന്തോഷമുള്ള ഏറ്റവും ആവേശകരമായ ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ വരവ് അർജന്റീനയുമായി ഇപ്പോൾ നമ്മൾ നടത്തിയ ചർച്ചകളൊക്കെ കേരള ഫുട്ബോളിൽ കൊണ്ടുവരാൻ പോകുന്ന ചില വലിയ മാറ്റങ്ങളുണ്ട്. ഒന്ന്, അർജന്റീനയുടെ ഒരു ഫുട്ബോൾ അക്കാദമി അവർ ഇവിടെ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ്. അതിൻ്റെ ചർച്ചകൾക്ക് കൂടിയാണ് അവർ ഈ നവംബർ മാസത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ലല്ലോ. ലോക ചാമ്പ്യന്മാരുടെ സംഘത്തിൽ നിന്ന് കളി പഠിക്കാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ചെറുതായ ഒരു കാര്യമല്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങൾ ഉയർത്തപ്പെടുന്നത് മുതൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ചിന്തയിൽ വരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്ത് കാണിക്കേണ്ടത്. കാരണം വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ അർജന്റീന എന്ന് പറയുന്ന ഒരു ടീം നമ്മുടെ കേരളത്തിൽ വരിക എന്ന് പറയുമ്പോൾ അർജന്റീനൻ ടീമിനെ നമുക്ക് യാതൊരു കാരണവശാലും മോശപ്പെടുത്താത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അവരെ നമ്മളെ കേരള ഫുട്ബോളിനെ സ്നേഹിക്കത്തക്ക രീതിയിലേക്ക് അവരെ കൺവീൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും കേരള ഫുട്ബോളിൻ്റെ വലിയ ഒരു മാറ്റമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ അക്കാഡമി നമ്മൾ അർജന്റീനിയൻ ടീമുമായി അക്കാഡമികൾ തുടങ്ങുക എന്ന് പറയുന്നത് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് അവരുടെ ലൈഫ് ഒക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ച വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു സംഭവമായി ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കേരള ഗവൺമെൻറ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനും ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും ഓരോ സ്റ്റേഡിയം എന്നുള്ള രീതിയിലാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഫുട്ബോളിനെ വളർത്തിക്കൊണ്ടുവിടുവാൻ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇപ്പം നിരവധി അക്കാഡമികൾ നമുക്കുണ്ട്. ഈ അക്കാഡമികൾ നമ്മുടെ അർജന്റീനൻ ടീമിനെ പോലെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അക്കാഡമി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നതുല്യമായ ഒരു സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലയണൽ മെസ്സിയെയും ഡിമരിയെയും ഒക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇന്ത്യൻ ടീമിൽ 2 തവണയായി നമ്മൾ പോർച്ചുഗൽ 2 മാസം ക്യാമ്പ് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോൾ പോലും നമുക്ക് റൊണാൾഡോ ഒന്നും അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഫുട്ബോൾ ആരാധകർക്ക് കിട്ടുന്ന ഒരു സ്വപ്നതുല്യമായ ഒരു മാറ്റമാണ്. അത് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതിൽ എന്താ പറയുക എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ.